ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വ്യാപാര സാന്നിധ്യം ഈ ഹോളിൻ്റെ അകത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വന്നവർക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മൾ ഇതേ സമയത്താണ് ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റർമാരെ ജയിലിൽ അടയ്ക്കപ്പെട്ടതും നമ്മൾ സഭയായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവരെ വിടുവിച്ചു എന്ന് പറയുകയല്ല ഞാൻ. ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ക്ലോസ് വെച്ച് കർത്താവിൻ്റെ അടുത്ത് എന്തായിരുന്നു പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഈ ദിവസം അവർ ജയിലിൻ്റെ പുറത്ത് വരണം. ആമേൻ. നാളത്തെ പത്രത്തിൽ അതിൻ്റെ വാർത്ത വരണം. നമ്മളോട് ആമേൻ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് 1 മണിക്ക് മുമ്പേ ആ കന്യാസ്ത്രീകൾ പുറത്തു വന്ന വാർത്ത നമ്മൾ കേട്ടു. ആ കർത്താവിന് നല്ലൊരു കരങ്ങളടിച്ച് കർത്താവിന്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പെന്തക്കോസ് ചർച്ചിനെ അല്ലെങ്കിൽ ആ ഗോളത്തിനെ മുഴുവനും ആക്ഷേപിച്ച് 2 രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞ പരാമർശങ്ങൾ തീർച്ചയായിട്ടും അത് കേട്ടിട്ടുള്ള എല്ലാ പെന്തക്കോസ് വിശ്വാസികൾക്കും മാനസികമായിട്ട് വളരെ തകർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, കാത്തലിക്സും യാക്കോബക്കാരൊന്നും മതപരിവർത്തനം ചെയ്യത്തില്ല, പക്ഷെ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം ചെയ്യുന്നവരാണെന്ന്. അതിനോട് ചേർത്ത് പറഞ്ഞു, അങ്ങനെ ചില പള്ളിക്കാരും വിരൽ ചൂണ്ടിയത് പെന്തക്കോസ്തുകാരെയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആമേ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളട്ടെ. ഇന്ന് ഞാൻ ഈ മൈക്ക് പിടിച്ചിവിടെ നിൽക്കുന്നത് ഒരു പെന്തക്കോസ് പാസ്റ്റർമാർ വന്ന് എന്നെ മതം മാറ്റിയതല്ല. ഹല്ലേലൂയ. 1,33,00,000 രൂപ കടഭാരവുമായി വീടിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു തന്ന് കുറച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ എൻ്റെ ഭവനത്തിൽ വന്നു. എബിയച്ചനെ പോലെയുള്ള മായം ചേർക്കാതെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ വന്ന്, അതുപോലെ മറ്റ് പലരും എൻ്റെ അവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ അപ്പനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ മാറി നിന്ന സമയത്ത് അവർ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ. കുറേ ദൈവമക്കൾ വീട്ടിൽ വന്നിരുന്ന് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ ഞങ്ങൾ കണ്ടു. ആമേ. അല്ലാതെ എന്നെ പൈസ തന്നാരും മതം മാറ്റിയതല്ല. കർത്താവിൻ്റെ സ്നേഹം പകർന്നു തന്നപ്പോൾ, സത്യം മനസ്സിലായപ്പോൾ ആ സത്യത്തിൽ അങ്ങ് നിന്നു പോയതാ. എന്ത് ചെയ്യാൻ പറ്റും? ആമേ. മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് പുച്ഛിച്ചാ പറയുന്നത്, പാസ്റ്റർമാരെയൊക്കെ പുച്ഛിച്ചാ പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയ വോട്ടിൻ്റെ അകത്ത് 10 എണ്ണം പെന്തക്കോസ്തുകാരൻ്റെ, അത് മറന്നു പോകരുത്. അത്രമാത്രം ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഞങ്ങൾ ആരെയും മതം മാറ്റാറില്ല, പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലായിടത്തും ഞങ്ങൾ വിളിച്ചു പറയും. ആമേൻ. ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുമോ, പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തിയതാണെന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടോ? കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ വരുന്നവരാന്നേ. സ്തോത്രം. പക്ഷേ എനിക്കൊരു കാര്യം നല്ലതുപോലെ അറിയാം. യേശു കർത്താവിൻ്റെ കാലത്തും കർത്താവിനെതിരായിട്ട് സംഘടിച്ചവരുണ്ട്. ഭരണകൂടം യേശു കർത്താവിനെ ക്രൂശിൽ കയറ്റി. അപ്പോസ്തലന്മാരുടെ കാലം വന്നപ്പോൾ അവരുടെ മുകളിൽ പ്രശ്നങ്ങളായി. കാരണം മർക്കോസിൻ്റെ മാളികയിൽ നിന്ന് അവർ പ്രാപിച്ചെടുത്ത പെന്തക്കോസ്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നപ്പോൾ, അവരിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ജനങ്ങളും ഭരണകർത്താക്കളൊക്കെ അപ്പോസ്തലന്മാരെ പിടിച്ചു, ജയിലിലിട്ടു, അടിച്ചു. സ്തോത്രം. ഇന്ന് 2025 ആയില്ലേ?
ഇവിടം വരെ വന്നില്ലേ എന്നിട്ടും ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം തമ്പുരാൻ ഇത് കൊണ്ട് എത്തിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലം മടക്കുന്ന യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരങ്ങളടിച്ച് എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.